റിസാലയുടെ 1659 എഡിഷൻ്റെ ഡീകോഡിലേക്കാണ്, അതിൻ്റെ അതിവായനകളിലേക്കാണ് നമ്മൾ ഈ സമയം പ്രവേശിക്കുന്നത്. സോഷ്യൽ മീഡിയ വളരെ നന്നായി സുലഭമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. പുതിയ ജനറേഷൻ പിയർ കൊളാബറേഷൻ്റെ ഭാഗമായിട്ട് നെറ്റ്വർക്കിങ്ങിൻ്റെ ഒരു വലിയ സാധ്യതയെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ എന്തൊക്കെയാണ് സോഷ്യൽ മീഡിയ ലിറ്ററസിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കുണ്ടാവേണ്ടത് എന്ന ആലോചനയുടെ ഭാഗമാണ് കെ ജോഷിയുടെ നവനാസിസത്തിൻ്റെ വിത്തുകാളയാണ് നവമാധ്യമം മേയാൻ അനുവദിക്കരുത് എന്ന പ്രമേയത്തിൽ റിസാല സംസാരിച്ചു വെക്കുന്നത്. എനിക്ക് തോന്നുന്നത് നമ്മൾ കടക്കുന്നതിന് മുന്നേ റിസാല സമൂഹത്തിൽ ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു വലിയ വിപ്ലവമുണ്ട് എന്ന് പറയുമ്പോൾ ആ ഒരു സമയത്തെ അനിവാര്യമായും നടക്കേണ്ട, ചർച്ച ചെയ്യേണ്ട, സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിപത്തിനെതിരെ ശക്തമായി സംസാരിക്കുക എന്നുള്ള ഒരു വലിയ ഒരു വിപ്ലവം റിസാല എല്ലാ കാലത്തും നിർവഹിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓരോ ലക്കങ്ങളും അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ആ ഒരർത്ഥത്തിൽ ഈ ലക്കത്തിൽ ചർച്ചക്കെടുക്കുന്ന ഈ ഒരു പ്രമേയം തന്നെ ഏറ്റവും സമൂഹത്തിൽ ആവശ്യമുള്ള ഈ സമയത്ത് പ്രധാനമായും ചർച്ച ചെയ്യേണ്ട ഒരു പ്രമേയമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തൊക്കെയാണെങ്കിലും നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ പിയർ കൊളാബറേഷന് വേണ്ടി മക്കളിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മക്കൾ മാത്രമല്ല, മനുഷ്യരെല്ലാവരും വ്യത്യസ്ത രീതിയിൽ വിവരങ്ങളെ സ്വായത്താക്കുന്നതിന്, വിവരങ്ങളെ ഷെയർ ചെയ്യുന്നതിനൊക്കെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരർത്ഥത്തിൽ സോഷ്യൽ മീഡിയ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആശയങ്ങൾ പിന്നീട് മീഡിയകൾ ഏറ്റെടുത്തുകൊണ്ട് മീഡിയകൾ അതിൻ്റെ നഴ്സറികളാവുകയും അതിനെ വളർത്തുന്ന പ്രത്യേക ഗാർഡനിങ് ഒക്കെ നടക്കേണ്ടുന്നതിന് പകരം അത് തഴച്ചു വളരാൻ പറ്റുന്ന ഏതൊരാശയത്തെയും അതിൻ്റെ അടിവേരന്വേഷിക്കാതെ വളർത്തുകയും ചെയ്യുന്നുണ്ട് പുതിയ കാലത്ത് മീഡിയകൾ. ഇപ്പോൾ ചില സമയങ്ങളിലൊക്കെ വന്ന വാർത്തകൾ പിന്നീട് തിരുത്തേണ്ടി വന്നത് നമുക്കിതിന് ഉദാഹരണമാണ്. പല സോഷ്യൽ മീഡിയ ആംഗിളുകളിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ പ്രൊഫൈലുകളിൽ നിന്ന് വരുന്ന വാർത്തകൾ പെട്ടെന്ന് തങ്ങളായിരിക്കണം ആദ്യം ഇത് പുറത്തേക്ക് എത്തിക്കേണ്ടത് എന്നുള്ള ആ ഒരു താല്പര്യത്തിന് പുറത്ത് പല മുഖ്യധാരാ മാധ്യമങ്ങളും ഏറ്റെടുത്ത് പിന്നീട് മാപ്പ് പറയേണ്ട അല്ലെങ്കിൽ തിരുത്തു പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പല ഉദാഹരണങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആ അർത്ഥത്തിൽ നിങ്ങൾ പറഞ്ഞ ഈ ഒരു സോഷ്യൽ മീഡിയ എത്രത്തോളം മുഖ്യധാരാ മാധ്യമങ്ങളെ സ്വാധീനിക്കുന്നു, അതിനെങ്ങനെ ഫീഡ് ചെയ്യുന്നു എന്നിടത്ത് ഒരു പ്രധാന ഒരു മാധ്യമമായിട്ട് പ്രധാന ഒരു ടൂളായിട്ട് സോഷ്യൽ മീഡിയ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു കാലത്ത് ഈ മാധ്യമങ്ങൾ നമുക്കറിയാം, ഇന്ത്യയുടെ എന്നല്ല, ലോകത്തിൻ്റെ മൊത്തം ചരിത്രം എടുത്തു നോക്കിയാലും അവിടെ ആ ചരിത്രത്തിൻ്റെ നിർമ്മാണത്തിൽ അതല്ലെങ്കിൽ ആ വിവരങ്ങൾ ഷെയർ ചെയ്യുന്നിടത്ത് വലിയ റോളാണ് മാധ്യമങ്ങൾ വഹിച്ചിട്ടുള്ളത്. എന്നാൽ അന്നൊക്കെ മാധ്യമങ്ങൾ നിർവഹിക്കുന്ന ദൗത്യം എന്ന് പറയുന്നത് കുറേയേറെ പ്രോസസ്സുകളിലൂടെ കടന്നുപോയിട്ട് ഇത് ഇപ്പോൾ ഈ സൊസൈറ്റിക്ക് കൊടുക്കാൻ പറ്റുമോ, ഇത് കൊടുത്താൽ എന്തായിരിക്കും, ഇതിൻ്റെ ഒരു റിസൾട്ട് എന്തായിരിക്കും, എങ്ങനെയൊക്കെയാണ് ഇത് പിന്നീട് സമൂഹത്തെ സ്വാധീനിക്കുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ടാണ് മീഡിയകൾ സംസാരിച്ചിരുന്നത്. എന്നാൽ അവിടെ നിന്ന് സോഷ്യൽ മീഡിയയിലേക്ക് ഈ പുതിയ കാലത്തേക്ക് എത്തുമ്പോൾ ആശയങ്ങൾ ആർക്കും ജനറേറ്റ് ചെയ്യാനും, അതായത് വിവരങ്ങൾ നിർമ്മിക്കപ്പെടുന്ന ഫാക്ടറികളായി ഓരോ വ്യക്തിയും മാറുമ്പോൾ ആ വിവരങ്ങളിങ്ങനെ അതിൻ്റെ ഒരു പ്രോസസ്സും ചെയ്യാതെ തന്നെ നേരിട്ട് ഷെയർ ചെയ്യപ്പെടുക എന്ന ഒരു സാഹചര്യം കൂടി നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഉണ്ട്. അതായത് ഇപ്പോൾ നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ ഇത് പ്രോസസ്സ് ചെയ്ത് ഇത് സമൂഹത്തിന് ആവശ്യമുള്ളതാണോ എന്ന് ആലോചിച്ച് ഒരു ഫർദർ പ്രോസസ്സിങ് കൂടെ നടന്നിട്ടാണ് ഇപ്പം കുറേ കാര്യങ്ങൾ സമൂഹത്തിലേക്ക് എത്തുന്നത്, മുഖ്യധാരയിലേക്ക് എത്തുന്നത്. എന്നാൽ അതിന് നമുക്ക് സമയമില്ല എന്നുള്ളതാണ് ഇപ്പോൾ പലരും അനുഭവിക്കുന്നൊരു പ്രശ്നം. ഞങ്ങളായിരിക്കണം ഇത് പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമം എന്നുള്ള താല്പര്യത്തിൽ ഒരു മത്സര ഓട്ടത്തിൽ ഇതിന് സമയം ലഭിക്കുന്നില്ല. കിട്ടിയതും കേട്ടതെല്ലാം ഇങ്ങനെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് പിന്നീട് തിരുത്തു പറയേണ്ട സാഹചര്യത്തിലേക്ക് എത്തുന്നത് ഇങ്ങനത്തെ ഒരു പ്രോസസ്സിങ് ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഒരളവിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ തിരുത്ത് എന്നതൊക്കെ പത്രധർമ്മത്തിൻ്റെ ഒരു തലത്തിൽ സംഭവിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ചിലതൊന്നും തിരുത്തപ്പെടുന്ന പോലും ഇല്ല.
വിവരങ്ങൾ ബൈനറി തലത്തിൽ റീഡ് ചെയ്യപ്പെടുകയാണ്. യഥാർത്ഥത്തിൽ വായിക്കപ്പെടേണ്ടുന്ന ഒരു ആംഗിളുണ്ട്. ആ ആംഗിളായിരിക്കും ഒരു ഒരു വലിയ ഗ്രോത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുക. എന്നാൽ അതേ വിവരം തന്നെ അതിന് മറ്റൊരു ആംഗിൾ കൂടി ഉണ്ടായിരിക്കാം. മറ്റ് വ്യത്യസ്തമായിരിക്കും ആംഗിളുകൾ ഉണ്ടായിരിക്കും. മൾട്ടി ഡയമെൻഷണലായി നമുക്കതിനെ റീഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ റീഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നൊരു ഒരു ഒരു പ്രശ്നം എന്ന് പറയുന്നത് അങ്ങനെ വായിക്കണ്ട എന്നതല്ല. മറിച്ച് അത് അത് എന്തായിരിക്കും സോഷ്യൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുക എന്ന ഒരു അനാലിസിസ് നടത്താനുള്ള ടൈം കൂടി എടുക്കാതെയാണ് പല വിവരങ്ങളും ഇങ്ങനെ എത്തുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിലേറെ നമ്മൾ ആ ഒരു ആംഗിൾ ചർച്ച ചെയ്യുന്നതിനും അപ്പുറത്ത് നമ്മൾ ചില ചർച്ചകൾ കൊണ്ടുവരേണ്ടത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് കുറേ വിവരങ്ങൾ കൈമാറുമ്പോൾ വിവരങ്ങളിങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ ഇവിടെ ഒരു സമൂഹത്തെ നിർമ്മിച്ചെടുത്തിട്ടുണ്ട്. ഒരു സാമൂഹ്യ ഒരു നിർമ്മിതി സ അല്ലേ? ഒരു യെസ്. സാമൂഹ്യ നിർമ്മിതി ആ, ആ സമയത്ത് പിന്നെ നടന്നുകൊണ്ടിരിക്കുന്ന പല പ്രവർത്തനങ്ങൾക്കും സാമൂഹ്യ നിർമ്മിതിയിൽ ചെറുതല്ലാത്ത പങ്കുണ്ടെന്നാണല്ലോ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പല കാര്യങ്ങൾക്കും ആ സമൂഹത്തെ നിർമ്മിക്കുന്നതിൽ ചെറുതല്ലാത്ത പങ്കുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യെസ്. അതായത് ഇവിടെ ഒരു സമൂഹത്തെ നിർമ്മിച്ചെടുക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്നത് കുറേ ജൈവിക ചോദനകളിങ്ങനെ പ്രസരിപ്പിക്കപ്പെടുന്ന അതല്ലെങ്കിൽ പ്രകടിപ്പിക്കപ്പെടുന്ന ഒരു മനുഷ്യനെ നമ്മളെടുത്താൽ അവിടെ എല്ലാം കൂടെ ഒറ്റയടിക്ക് പ്രചരിപ്പിക്കപ്പെടാൻ പാടില്ല, അല്ലെങ്കിൽ പ്രസരിപ്പിക്കപ്പെടാൻ പാടില്ല. അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടി ഒരു സിസ്റ്റം എങ്ങനെയൊക്കെയാണ് പ്രതികരിക്കേണ്ടത്, അതിൻ്റെ പ്രതികരണങ്ങൾ എങ്ങനെയാവണം, എന്തൊക്കെയായിരിക്കും ഒരു മറ്റു ജീവികളിൽ നിന്ന് വിഭിന്നമായി തീർത്തും ഒരു വിസ്ഡത്തിൻ്റെ ആംഗിളിൽ നിന്നുകൊണ്ട് ചിന്തിച്ചതിന് ശേഷം പ്രതികരിക്കാനും സംസാരിക്കാനും ഇടപെടാനും ഒക്കെ മനുഷ്യനൊരു വഴി ഒരുക്കുന്നുണ്ട്. ആ ഒരുക്കൽ വഴി ഇവിടെ ഒരു രൂപപ്പെടുത്തിയ ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റമാണ് സാമൂഹിക നിർമ്മിതി എന്ന് പറയുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് എൻ്റെ മനസ്സിൽ വരുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് പ്രചരിപ്പിക്കാൻ അല്ലെങ്കിൽ പറയാൻ എന്നെ ഒരു പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന മതം ഒരു പക്ഷേ അനുവദിക്കുന്നില്ല. മീൻസ് എനിക്കൊരു ഒരു ഒരു തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട്. നല്ലതിനാണത്. അതേപോലെ തന്നെ മതമല്ലാത്ത മറ്റു പലർക്കും ഒരു പക്ഷേ അതൊരു മറ്റുള്ള എന്തെങ്കിലും എത്തിക്സ് ആയിരിക്കാം. സമൂഹം എങ്ങനെ ഇതിനെ കാണുമെന്നുള്ള, ഞാനെന്ന വ്യക്തി ഈ ഒരു വിഷയം പറയുന്ന സമയത്ത് അവരെങ്ങനെ ഇതിനെ ഉൾക്കൊള്ളുമെന്നുള്ള, എൻ്റെ വ്യക്തിത്വം സമൂഹത്തിൽ എങ്ങനെ മറ്റുള്ളവർ മനസ്സിലാക്കുമെന്നുള്ള, എനിക്കിത് ഞാൻ അപമാനിക്കപ്പെടുമെന്നുള്ള പല താല്പര്യങ്ങളും പല റെസ്ട്രിക്ഷൻസുകളും പലർക്കും ചിന്തിക്കുന്ന എല്ലാ കാര്യവും പ്രചരിപ്പിക്കുന്നിടത്ത് തടസ്സമായി നിൽക്കുന്നുണ്ട്. ശരിക്കും അതൊരു സോഷ്യൽ ഫോഴ്സാണ്. സോഷ്യൽ ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ സാമൂഹിക ബലം എന്ന് പറഞ്ഞാൽ പോലും അതിൽ എഡ്യൂക്കേഷൻ നല്ല റോളുണ്ട്, തീർച്ചയായിട്ടും വിശ്വാസത്തിന് നല്ല റോളുണ്ട്, തീർച്ചയായിട്ടും മതത്തിന് റോളുണ്ട്, രാഷ്ട്രീയത്തിന് റോളുണ്ട്. ഇങ്ങനെ ശരിക്കും ഒരു ഒരേ സമയത്ത് പുറത്തേക്കും അതേ സമയത്ത് അകത്തേക്കും നമ്മൾ ഈ യൂണിവേഴ്സിൻ്റെയൊക്കെ എക്സ്പ്ലോഷൻ പറയുന്ന പോലെ ഇത് രണ്ടും ബാലൻസ് നടത്തിക്കൊണ്ടുള്ള ഒരു വികാസം ശരിക്കും ഇതിൽ സാധ്യമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഭരണഘടന ഉൾപ്പെടെയുള്ള എല്ലാ നിയമസംഹിതകളും എന്ത് ചെയ്യുന്നത്, ഇതിനെ പരിഗണിക്കുന്നത്. കാരണം ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഒരാളെ എങ്ങനെയാണ് നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയുക? ഈ നേരത്തെ പറഞ്ഞ ഏതു വ്യതിചലനങ്ങളിലേക്കും സഞ്ചരിക്കാൻ പറ്റുന്ന, അതല്ലെങ്കിൽ എന്ത് എക്സ്പ്രഷൻസിലേക്കും പോകാൻ പറ്റുന്ന ഒരാളെ പിടിച്ചു നിർത്തണമെങ്കിൽ അയാളെ ഷെയ്പ്പ് ചെയ്യുന്ന ഒരു സാമൂഹിക ബലം എന്തായാലും വേണമല്ലോ. ആ ഒരു കൊഹസീവ് ഫോഴ്സ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന, അതല്ലെങ്കിൽ ഒരു അഡ്ഹസീവ് ഫോഴ്സിൻ്റെയും കൊഹസീവ് ഫോഴ്സിൻ്റെയും ഒരു ബാലൻസ് എന്ന് പറയാൻ പറ്റുന്ന വിധത്തിൽ ഒരു ആംഗിൾ ഇവിടെ സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എനിക്കൊരു ഫേക്ക് അക്കൗണ്ട് എന്ന് വിചാരിക്കാം. എനിക്കൊരു ഫേക്ക് അക്കൗണ്ട് ഉണ്ട്, ഫേക്ക് ഐ ഡി ഉണ്ട്. എങ്കിൽ എനിക്ക് ഞാൻ ആരാണെന്ന് ഐഡൻറ്റിറ്റി പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റാത്ത തരത്തിൽ എനിക്ക് എന്ത് കമൻ്റ് ഇടാൻ പറ്റും, എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റും, അതേപോലെ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഈ കമൻറ്റിങ് സ്വഭാവം, തെറിയകളൊക്കെ അല്ലെങ്കിൽ മറ്റു നമ്മൾ
പിന്നെ അസഭ്യമെന്ന് തോന്നുന്ന പ്രത്യക്ഷത്തിൽ അല്ലെങ്കിൽ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള വാക്കുകൾ അല്ലെങ്കിൽ പ്രയോഗങ്ങൾ ഇതൊക്കെ ഫേക്ക് അക്കൗണ്ടുകളിൽ നിന്ന് അല്ലെങ്കിൽ ഒരുപക്ഷെ എൻ്റെ അക്കൗണ്ട് ആണെങ്കിൽ പോലും അത്ര പ്രചാരത്തിലില്ലാത്ത അക്കൗണ്ടുകൾ ഒരുപക്ഷെ എനിക്കുണ്ടായിരിക്കാം. ഇങ്ങനത്തെയൊക്കെ അക്കൗണ്ടുകളിൽ നിന്ന് എനിക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്യാൻ പറ്റും. ഇതേപോലെ പലരും ഫേക്ക് അക്കൗണ്ടുകൾ യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്ത് നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ ഇങ്ങനെ വെറുപ്പുകൾ വെറുപ്പുകൾ പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറി ആയിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയകൾ വിശേഷിച്ചും ഫേസ്ബുക്ക് പോലത്തെ മാധ്യമങ്ങൾ മാറുന്നുണ്ടോ എന്ന് ആലോചനകൾ ഈ ലേഖനത്തിൽ പങ്കുവെക്കുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇതിൽ എനിക്ക് തോന്നുന്നു ഇങ്ങനെ കൂടി നമുക്ക് വായിക്കാൻ തോന്നുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സാമൂഹിക നിർമ്മിതിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. ഈ സാമൂഹിക നിർമ്മിതിയുടെ ഭാഗമായിട്ട് കൾച്ചറൽ കൈമാറ്റങ്ങൾ നടക്കും. ഈ സാംസ്കാരിക കൈമാറ്റം എങ്ങനെയാണ് സംഭവിക്കുക? അത് വിവരങ്ങളുടെ കൈമാറ്റത്തിലൂടെയാണ് സംഭവിക്കുക. ഒരു കൂട്ടം വിവരങ്ങൾ വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ നേടിയെടുത്തത് അതൊരു ഒരു 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 ഹ്യൂമൻ ബെൽറ്റിനിടയിൽ ചില പ്രത്യേക ചിട്ടവട്ടങ്ങളോടുകൂടി അത് കൈമാറ്റം ചെയ്യപ്പെടുകയാണ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ അവിടെ പ്രധാനമാണ് ഭാഷ എന്ന് പറയുന്നത്. ഏറ്റവും മധുരമായി, ഏറ്റവും സ്വീകാര്യയോഗ്യമായി, ഏറ്റവും നല്ല ഭാഷയിലൂടെ വളരെ കുറഞ്ഞ വാക്കുകൾ കൊണ്ട് ആശയങ്ങളെ കൈമാറ്റം ചെയ്യാൻ കഴിയുക എന്നത് ഈ സാമൂഹിക നിർമ്മിതിയിൽ സാധ്യമാവുന്നുണ്ട്. അവിടെയാണ് നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പ്രശ്നം ഉദിക്കുന്നത്. ഭാഷ അതിൻ്റേതല്ലാത്ത ചില ഡയമെൻഷനുകളിൽ ഉപയോഗിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ തെറി എന്ന് പറയാവുന്ന, തെറി എന്നതിനെ നമുക്ക് ഇങ്ങനെ നിർവചിക്കാൻ തോന്നുന്നുണ്ട്. അനുഗുണമല്ലാത്ത ചിന്തകൾ പ്രൊവൈഡ് ചെയ്യുന്ന, പ്രതികരണങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന വിധത്തിൽ ആളുകളിലേക്ക് ചില വാക്കുകളുടെ കൈമാറ്റം, ചില എമോഷനുകളുടെ കൈമാറ്റം അത് സാധ്യമാവുകയാണ് ഇവിടെ. സോഷ്യൽ മീഡിയയിൽ അങ്ങനെ കൊണ്ടുവന്നിടുന്നതോടുകൂടി അതിൻ്റെ ചില പ്രതികരണങ്ങൾ ഉണ്ടാവുന്നു. അതിന് കേൾവിക്കാരുണ്ടാവുന്നു. അങ്ങനെയെങ്കിൽ കേൾവിക്കാരുണ്ടെങ്കിൽ എന്നും പറയാം എന്ന അർത്ഥത്തിലേക്ക് ആളുകൾ മാറുകയാണ്. ഇതോടുകൂടി സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നേരത്തെ നമ്മൾ പറഞ്ഞ ആ സാമൂഹിക ബലത്തിൽ ആ ഒരു ബെൽറ്റ് ഉണ്ടല്ലോ, സാമൂഹിക നിർമ്മിതി, അതിന് ചില ചോരണങ്ങൾ സംഭവിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ സാമൂഹിക നിർമ്മാണം നടക്കുന്നത് ഒരു ഡ്രസ്സ് ധരിക്കുന്ന പോലെ, കേവലം ഒരു പുറംമോടി പോലെ മാത്രം പുറത്തേക്ക് കാണാൻ പറ്റുന്ന ഒരു മോടി പോലെ മാത്രമാണ് ഇത് സംഭവിക്കുന്നത്. അതിനുള്ളിൽ ശരിക്ക് പൂതൽ പിടിച്ചിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ തെറിയും അതേപോലെ ഇങ്ങനെ സഭ്യമല്ലാത്ത വാക്കുകളൊക്കെ പ്രയോഗിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ആ ഒരർത്ഥത്തിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നു എന്നതിൻ്റെ ഒപ്പം തന്നെ അല്ലെ കൂട്ടത്തിൽ തന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, നുണപ്രചാരണങ്ങളുടെ ഒരു ഒരു മേഖലയായി നമ്മൾ പലരും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ചിലർക്ക് ഇതിനു വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ടീമുകൾ ഉണ്ടെന്നുള്ള, മീഡിയ വിങ്ങുകൾ അല്ലെങ്കിൽ മീഡിയ ടീമുകൾ ഇതിനു വേണ്ടി പ്രവർത്തിക്കാനുണ്ട് എന്നുള്ളതാണ്. കുറേ നുണകൾ ഇങ്ങനെ പറഞ്ഞ് അത് സത്യമാക്കിയെടുക്കാനുള്ള നമ്മളിപ്പോഴും പറയുന്ന ഒരു ഗീബൽസിയൻ തന്ത്രം, അത് പലപ്പോഴും നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ സംഭവിക്കുന്നു എന്നുള്ളത് അത് നേരത്തെ പറഞ്ഞ പോലെ ഒരു സാംസ്കാരിക ഒരു മാറ്റം, ഒരു ചേഞ്ച് വരുത്തുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എനിക്ക് തോന്നുന്നത് ഈ ചില ആശയങ്ങൾ, അതായത് എല്ലാവരും എന്തെന്ന് ചോദിച്ചാൽ വിവരങ്ങളെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആളുകൾ നിൽക്കുന്നത്. അപ്പോൾ വിവരങ്ങളുടെ എക്സ്പ്ലോറിങ് എന്ന് പറയുന്നത്, നേരത്തെ എനിക്ക് പരിചയമില്ലാത്തൊരു വിവരം എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ വിവരത്തെക്കുറിച്ച് ആ വിവരം ചില ആളുകൾ നേരെ മഗ്ഗപ്പ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തേത് അതിൻ്റെ ബേസ് എന്താണെന്ന് അന്വേഷിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ഈ അന്വേഷിക്കുന്ന ആളുകൾക്കും ഇതിൻ്റെ അടിത്തറ എവിടെയാണ് എന്ന് കണ്ടെത്താൻ പറ്റുന്നില്ല. കാരണം അത്രയും നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച പോലെ ഗീബൽസിയൻ എന്ന് പറയാൻ പറ്റുന്ന പറഞ്ഞ് അതിൻ്റെ അടിസ്ഥാനം പോലും, റൂട്ട് മാപ്പ് പോലും ഒരു തെറ്റിൻ്റെ, അതല്ലെങ്കിൽ നുണയുടെ, ഒരു സ്റ്റോറി ബിൽഡിംഗ്, ഒരു നറേഷൻ, ഒരു അൽഗോരിതം ക്രിയേറ്റ് ചെയ്യുന്നിടത്തേക്ക് കാര്യങ്ങൾ സഞ്ചരിക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ ഈ പറയുന്ന പ്രതിസന്ധി രൂപപ്പെടുന്നതും. ഇങ്ങനെ സമൂഹത്തിൽ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ സാംസ്കാരിക സാംസ്കാരിക ചേഞ്ചിന് സോഷ്യൽ മീഡിയ വല്ലാത്ത പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞു വെച്ചല്ലോ. പക്ഷേ എന്നാൽ പോലും ഒരു റിയൽ നമ്മുടെ സോഷ്യൽ മീഡിയയ്ക്ക് അപ്പുറത്തുള്ള നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ ഒരു റിയൽ ഇമേജ് എന്താണെന്ന് കൂടെ നമുക്ക് ചേർത്ത് വായിക്കേണ്ടതെന്ന് തോന്നുന്നു. സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ജീവിക്കുന്ന ആളുകൾ ഒരു പക്ഷേ സമൂഹത്തിലെ റിയൽ ആളുകളുമായിട്ട്
ഇടപഴകുന്ന സമയത്ത് അല്ലെങ്കിൽ സംവദിക്കുന്ന സമയത്ത് ഇതൊരു പക്ഷേ സത്യമല്ല. സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്ന സമയത്ത് നമ്മുടെ സമൂഹം ആകെ ഇങ്ങനെ മീൻസ് ഒരു അനിയന്ത്രിതമായ രീതിയിൽ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന തോന്നലുകൾ ഉണ്ടാകുമെങ്കിലും ഈ സ്നേഹത്തിൻ്റെയും സഹകരണത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒക്കെ നല്ല വാക്കുകൾ, നല്ല ആ, ആ, പ്രവർത്തനങ്ങൾ നമുക്ക് റിയൽ വേൾഡിൽ നിന്ന് കാണാൻ സാധിക്കുന്നു എന്നുള്ളത് ഒരു പോസിറ്റീവായിട്ട് കൂടെ ചർച്ച ചെയ്യേണ്ടതുണ്ടെന്ന് തോന്നുന്നു. തീർത്തും സോഷ്യൽ മീഡിയകളെല്ലാം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നേരത്തെ ഞാനൊരു കഥ എഴുതി, ഞാനൊരു കവിത എഴുതി, അത് എനിക്ക് പ്രസിദ്ധീകരിക്കാൻ, എനിക്കതിന് വേണ്ടുന്ന എഡിറ്റിങ്ങുകൾ നിർദ്ദേശിക്കാൻ ഞാൻ എത്ര സാഹസപ്പെടണമായിരുന്നു. ഇന്ന് എത്ര സിമ്പിളായിട്ടാണ് ഇത് സാധ്യമാവുന്നത്. ഇതൊരു വലിയ സാധ്യതയാണല്ലോ. ഒരേ സമയത്ത് സർഗാത്മകമായിരിക്കുന്ന ഓരോ വ്യക്തിയുടെയും ഗ്രോത്ത് അയാളുടെ മൊബൈൽ, അല്ലെങ്കിൽ അയാളിരിക്കുന്ന ഒരു ചെറിയ ഇടം തന്നെ അയാളുടെ ഒരു ഒരു സ്റ്റുഡിയോ ആയി, അയാളുടെ ഒരു സ്കിൽ സ്റ്റുഡിയോ ആയി, വരും കാലത്തേക്കുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്ന ഒരിടമായി മാറുന്നിടത്തേക്ക് കാര്യങ്ങൾ സഞ്ചരിക്കുന്നുണ്ട്. അപ്പോഴാണ് എനിക്ക് തോന്നുന്നു AI ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില വായനകൾ ഈ റിസാലയിൽ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. AI ക്രിയേറ്റിവിറ്റിയെ നഷ്ടപ്പെടുത്തുന്നു എന്ന് ചർച്ച ചെയ്യുന്നിടത്തേക്ക് AI എന്ന് പറയുന്നത് അസിസ്റ്റീവ് ഡിവൈസുകളുടെ ഒരു ഉപയോഗത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും എന്നുകൂടി ഇവിടെ നമ്മളോട് ചർച്ച ചെയ്ത് വെക്കുന്നുണ്ട്. ടോണി പോൾ എഴുതിയ AI കൊണ്ട് ചിന്തിക്കരുത് എന്ന ഒരു ലേഖനം വായിക്കാനിടയായി. നമ്മളെല്ലാ കാര്യങ്ങൾക്കും AI യൂസ് ചെയ്യുന്ന ഒരു ഒരു വിശേഷത്തിലേക്ക് മാറിയിട്ടുണ്ട് എന്ന് പറയാം. ഒരു ടാസ്കിനും നമ്മൾ AI ആശ്രയിക്കേണ്ടി വരുന്നത് അത് ഒരു നമ്മുടെ സമൂഹത്തിൻ്റെ, നമ്മുടെ തലമുറയുടെ ചിന്താശേഷിയെ അല്ലെങ്കിൽ ഓർമ്മശേഷിയൊക്കെ നശിപ്പിക്കുന്നിടത്തേക്ക് ക്രിയേറ്റീവ് തിങ്കിങ്ങിനെ, പ്രോബ്ലം സോൾവിങ് സ്കില്ലുകളെയൊക്കെ ബാധിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ യഥാർത്ഥത്തിൽ മനുഷ്യനെങ്ങനെയാണ് ഇങ്ങനെ വളർന്ന് മനുഷ്യനായി തീരുന്നത്? നമ്മൾ ചെറുപ്പത്തിലൊക്കെ നമ്മൾ ചെറിയ കുട്ടികളായ സമയത്ത് നമുക്കുണ്ടായിരുന്ന സ്കില്ലുകളല്ല നമ്മൾ വലുതാകുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഉണ്ടാകേണ്ടത്. അതിൽ നമ്മൾ ഓരോ സമയത്തും വരുന്ന പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ള, അതിനെ സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള പ്രോബ്ലം സോൾവിങ് സ്കില്ലുകൾ ഓരോ സമയത്തും വ്യത്യസ്ത അനുഭവങ്ങളിലൂടെ നമ്മൾ നേടിയെടുക്കുകയാണ്. ഈ ഒരു 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 സ്വാഭാവികമായി നമുക്കുണ്ടാകുന്ന അല്ലെങ്കിൽ ഉണ്ടായിരിക്കേണ്ട ഒരു സാധനത്തെ നമ്മൾ പലപ്പോഴും AI ഉപയോഗിച്ച് അല്ലെങ്കിൽ ChatGPTയോട് ചോദിച്ച് ഇതിൻ്റെ സൊല്യൂഷൻ എന്താണെന്ന്, നമുക്കൊരു പ്രശ്നം വരുമ്പോൾ അതിൻ്റെ സൊല്യൂഷൻ നമ്മൾ ആലോചിക്കാതെ, നമ്മൾ ചിന്തിക്കാതെ, നമ്മൾ ക്രിയേറ്റീവായി ചിന്തിക്കാതെ നമ്മൾ AIയോട് ചോദിക്കുകയാണ്. ChatGPTയോട്, ജെമിനിയോട് അല്ലെങ്കിൽ സമാനമായ മറ്റു ആപ്പുകളോട് അല്ലെങ്കിൽ ബോട്ടുകളോട് നമ്മൾ ചോദിക്കുന്നതിന് സൊല്യൂഷൻ എന്താണെന്ന് ചോദിച്ച് നമ്മുടെ സ്കില്ലിനെ നമ്മൾ നശിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് മാറുന്നുണ്ട് എന്നുള്ളത് കാര്യമായി ആലോചിക്കേണ്ടതെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു അതിൽ വേറൊരു ആംഗിളാണ് ചർച്ചയ്ക്ക് വരാൻ പറ്റുക എന്ന് തോന്നുന്നുണ്ട്. ഇത് നിലനിൽക്കെ തന്നെ മറ്റൊരു ആംഗിൾ കൂടി ഞാൻ അങ്ങനെ ആണ് റീഡ് ചെയ്യുന്നത്. അതായത് ഈ സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കുന്നതോടുകൂടി നമ്മുടെ സ്കില്ലുകൾ നഷ്ടപ്പെടുന്നു എന്നതിനേക്കാൾ വായിക്കപ്പെടേണ്ടത് അത് കഴിഞ്ഞ് നമ്മൾ റെസ്റ്റ് എടുക്കുകയാണ്. നമ്മളുടെ ഒരു അസിസ്റ്റൻ്റ് വന്ന പോലെ, ഒരു അസിസ്റ്റീവ് ഡിവൈസ് എന്ന അർത്ഥത്തിൽ ഇത് വരുന്നു. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ഒരു ഓക്സ്ഫോർഡിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വലിയ സ്ഥാപനങ്ങളിൽ പഠിച്ചാൽ നമുക്ക് കിട്ടുന്ന ഒരു അനാലിസിസ്, കിട്ടുന്ന ഒരു റിസൾട്ടിൻ്റെ ലെവലാണ് ശരിക്ക് ഈ AI ടൂളുകൾ നമുക്ക് കൊണ്ടുതരുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു 10 മണിക്കൂർ വർക്ക് ചെയ്യുന്ന ഒരാൾ, പഠിക്കാൻ വേണ്ടിയിട്ട് 10 മണിക്കൂർ ചിലവഴിക്കുന്ന ഒരാൾ, അയാൾ ഈ 10 മണിക്കൂർ കഠിനമായി ഈ ടൂളുകളൊന്നും ഉപയോഗിക്കാതെ അയാൾ വർക്കൗട്ട് ചെയ്യുന്നതും, ഈ 10 മണിക്കൂർ അയാൾ വർക്ക് ചെയ്യുമ്പോൾ തന്നെ അയാളുടെ ഒരു നല്ല സമയം, അയാളുടെ കുറേയേറെ വർക്കുകൾ, അയാളുടെ അനാലിസിസുകൾ കുറേ ചെയ്യാൻ വേണ്ടി അദ്ദേഹം സോഷ്യൽ മീഡിയ AI ടൂളുകൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾ എത്രമാത്രം പ്രൊഡക്റ്റീവായിരിക്കും. ഈ 10 മണിക്കൂർ എടുക്കുന്ന വർക്ക് 10 മണിക്കൂറിൽ അല്ലാതിരുന്ന സമയത്ത് എടുത്തുകൊണ്ടിരുന്ന അയാൾ AI ടൂൾ ഉപയോഗിക്കുന്നതോടുകൂടി 2 മണിക്കൂർ വർക്ക് ചെയ്യുകയും പിന്നീട് അദ്ദേഹം വർക്ക് ചെയ്യാതിരിക്കുന്നു. ഈ 2 മണിക്കൂർ AI ടൂൾ തരുന്ന റിസൾട്ട് മാത്രം അതിൻ്റെ മുകളിൽ അടവച്ചുറങ്ങുന്ന ഒരു സാഹചര്യം ആവുമ്പോൾ അപ്പോഴാണ് ഈ സ്കില്ലിൻ്റെ മിസ്സിങ്ങുകളൊക്കെ സംഭവിക്കുക. ശരിക്ക് നമുക്ക് ആവശ്യമുള്ള
ഒരു ഒരു സ്കില്ല് തന്നെയാണ്. ഒരു പ്രോംപ്റ്റിംഗ് എന്നുള്ളത് ഒരു സ്കില്ല് തന്നെയാണ്. എഐ പ്രോംപ്റ്റിംഗ് എന്നുള്ളത് ഒരു സ്കില്ലാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ അടുത്ത് നടന്ന പല കോമ്പറ്റീഷനുകളിലും നമ്മുടെ സാഹിത്യോത്സവിൽ വരെ മത്സരങ്ങളായി എഐ പ്രോംപ്റ്റിങ്ങുകളൊക്കെ മാറിയതിൻ്റെ ഭാഗമാണ്. അതൊരു സ്കില്ലാണ്. പ്രോബ്ലം സോൾവിങ് സ്കില്ല് പോലെ ഒരു സോഫ്റ്റ് സ്കില്ലായിട്ട് നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാവുന്നതാണ് എഐ പ്രോംപ്റ്റിംഗ് എന്നുള്ളത്. പക്ഷേ അത് മാത്രമായി നമ്മുടെ ജീവിതം അത് മാത്രമായി മാറുന്ന സമയത്ത് ആ സ്കില്ല് മാത്രം നമ്മിൽ വരികയും മറ്റുള്ള സ്കില്ലുകളില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ക്രിയേറ്റീവായി നമുക്ക് ചെയ്യാനുള്ള നമ്മുടെ ആ ഒരു ക്രിയേറ്റീവ് ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെയോ അല്ലെങ്കിൽ ക്രിയേറ്റീവ് മൈൻഡിനെയോ അത് ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു സഹായിയായി നമുക്ക് എഐ യൂസ് ചെയ്യാം. പക്ഷേ ഇപ്പോൾ ഒരു സുഹൃത്ത്, ഒരു പോസ്റ്റ് ഗ്രാജുവേഷന് പഠിക്കുന്ന ഒരു സുഹൃത്തിനോട് ഞാൻ ചോദിക്കുകയുണ്ടായി, നിങ്ങൾ എക്സാമിന് സമയമായിട്ടുണ്ട്, അപ്പോൾ എക്സാമിന് പഠിക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എഐ ഉണ്ടല്ലോ, ലാസ്റ്റ് ദിവസം എഐ വെച്ച് ഒരു സമ്മറി എടുത്ത് അത് പഠിച്ച് എക്സാം എഴുതാവുന്നതാണ് എന്ന് പറയുന്നു. ശരിയാണ്, എക്സാമിന് റിസൾട്ട് മാർക്ക് കിട്ടാൻ ഒരു പക്ഷേ അതൊരു സഹായകമാണ്. എത്രയോ വലിയ ബുക്കുകൾ, പേജുകളുള്ള പുസ്തകങ്ങൾ നമുക്ക് സമ്മറി നമുക്ക് ലഭിച്ച് അതിൽ നമുക്കൊരു സംക്ഷിപ്തം ലഭിക്കുന്നു എന്നുള്ളത് നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അതിലപ്പുറത്തേക്ക് അതിൽ ഞാനെന്ത് നേടി, ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ഞാൻ ചെയ്താൽ അല്ലെങ്കിൽ ഒരു ഡിഗ്രി ചെയ്ത സമയത്ത് ഞാൻ എന്ത് നേടുന്നു എന്നുള്ള ഒരു ആഴത്തിലുള്ള അറിവ് അല്ലെങ്കിൽ ഒരു വിഷയത്തെക്കുറിച്ച് അപഗ്രഥിക്കാനുള്ള ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു അറിവോ നോളജോ എനിക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. ഇവിടെ 2 കാര്യങ്ങൾ എടുക്കണം തോന്നുന്നുണ്ട്. ഒന്നാമത്തേത്, ചില ആളുകൾ ഈ എഐ ടൂൾസ് ഒന്നും ഉപയോഗിക്കാതെ ക്യാമ്പസിൽ കഴിഞ്ഞു പോയപ്പോൾ അത് നൊസ്റ്റാൾജിക് ആയിട്ട് എടുത്തിട്ട് അങ്ങനെയൊക്കെയാണ് ക്യാമ്പസ് ഉണ്ടാവേണ്ടത് അല്ലെങ്കിൽ അങ്ങനെയാണ് ഗ്രോത്ത് ഉണ്ടാവേണ്ടത് എന്ന ഒരു നറേഷൻ അവിടെയുണ്ട്. ആ വായനയല്ല, മറിച്ച് ഒരേ സമയത്ത് നമ്മളുടെ പ്രായത്തിനനുസരിച്ച് പുതിയ കാലത്തിനനുസരിച്ചുണ്ടാവേണ്ട സ്കില്ലുകൾ, നേരത്തെ ഉണ്ടായിരുന്ന ലൈഫ് സ്കില്ലുകളെ, സോഫ്റ്റ് സ്കില്ലുകളെയൊക്കെ ഇപ്പോൾ നവീകരിക്കപ്പെട്ടിരിക്കുന്നു. കുറേ പുതിയ സ്കില്ലുകൾ വരികയാണ്, പുതിയ കാലത്തിന് അനുയോജ്യമായിരിക്കുന്ന, നേരത്തെ നിങ്ങൾ പറഞ്ഞ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ഉൾപ്പെടെയുള്ള വ്യത്യസ്തമായിരിക്കുന്ന സ്കില്ലുകളെ നമ്മൾ കാണുന്നുണ്ട്. ഈ സ്കില്ലുകളെയൊക്കെയും കൊണ്ടുവരുമ്പോൾ ശരിക്ക് ഇപ്പോൾ ഉണ്ടാകുന്നൊരു പഠന അനുഭവം എന്ന് പറയുന്നത് നേരത്തേനേക്കാൾ കൂടുതൽ വിർച്വൽ സ്പേസിൽ, അതുപോലെ എക്സ്റ്റെൻഡഡ് റിയാലിറ്റിയിൽ ഇങ്ങനെ ഈ ടൂളുകളൊക്കെ ഉപയോഗിക്കാൻ കഴിയുമ്പോൾ പുതിയ കാലത്തെ മക്കളിലേക്ക് എത്തേണ്ടത് ഈ ടൂളുകളെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. നേരത്തെയൊക്കെ വിവരമാണല്ലോ കൈമാറിയിരുന്നത്. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ പോലെ എഐ സാക്ഷരത കൂടുതൽ പ്രസരിപ്പിക്കേണ്ട സമയമാണെന്ന് തോന്നുന്നു. എങ്ങനെ ഇത് യൂസ് ചെയ്യണം എന്നുള്ളത്, എന്തിനും ഏതിനും ഇത് യൂസ് ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഇത് എവിടെ യൂസ് ചെയ്യണം. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, നമ്മുടെ പുസ്തകങ്ങൾ നമുക്ക് എക്സാമിന് വേണ്ടി പഠിക്കുന്ന സമയത്ത് റെഫറൻസുകളായി നിർദ്ദേശിച്ച പുസ്തകങ്ങൾ അല്ലെങ്കിൽ അധിക വായനയ്ക്ക് വേണ്ടി നമ്മൾ നിർദ്ദേശിക്കുന്ന പുസ്തകങ്ങളൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് എഐ യൂസ് ചെയ്ത് അതിൻ്റെ സമ്മറിയോ സംക്ഷിപ്തമോ ഒക്കെ എടുക്കാം. എന്നാൽ നമ്മുടെ കോർ സബ്ജക്റ്റ് ഉണ്ട്, നമ്മളിപ്പോൾ BSc സയൻസ് BSc മാത്സ് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ BSc കെമിസ്ട്രി പഠിക്കുമ്പോൾ മറ്റേതെങ്കിലും വിഷയം പഠിക്കുന്ന സമയത്ത് കോർ സബ്ജക്റ്റുകളായി വരുന്ന സബ്ജക്റ്റുകളുണ്ട്. ആ സബ്ജക്റ്റുകളെ നമ്മൾ ഇതേപോലെ ആ അന്തസത്തയെ മാറ്റി നിർത്തി അതിൻ്റെ സംക്ഷിപ്തം മാത്രം എടുത്ത് അല്ലെങ്കിൽ എഐ തരുന്ന നുറുങ്ങുകൾ മാത്രം പഠിച്ച് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നൊരു സാഹചര്യത്തിലേക്ക് മാറുമ്പോൾ സ്വാഭാവികമായി നമുക്ക് നഷ്ടപ്പെടുന്നത് അതിലുള്ള ആഴത്തിലുള്ള അറിവാണ്. മീൻസ് നമുക്ക് ഡിഗ്രി കഴിയുന്ന സമയത്ത് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിയുന്ന സമയത്ത് നമുക്ക് നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട കുറേ അറിവുകളുണ്ട്, ആ ഒരു സബ്ജക്റ്റീവ് നോളജ് ഉണ്ട്. ആ നോളജ് നമുക്ക് ലഭിക്കുന്നില്ല എന്ന് കൂടെ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. സബ്ജക്റ്റീവ് നോളജ് എന്ന് പറയുന്നത്, നോളജ് എത്ര ആയിക്കോട്ടെ, അതിന് വേണമെങ്കിൽ ഇനിയും നമുക്ക് മൾട്ടിപ്ലക്സ് ചെയ്തുകൊണ്ട് ഒരു 10x അല്ലെങ്കിൽ ഒരു 100x ഒക്കെ ആക്കി നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ എത്രയും ഇരട്ടിയിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അപ്പോഴും സ്കില്ലാണ് കൈമാറ്റം ചെയ്യപ്പെടേണ്ടത് എന്ന് തോന്നുന്നു. സ്കില്ല് കൈമാറ്റം ചെയ്യപ്പെടണമെന്ന് പറയാൻ കാരണം, ഇനി കണ്ണുകൾക്ക് അസിസ്റ്റീവ് ഡിവൈസ് വരും, കാതുകൾക്ക് അസിസ്റ്റീവ് ഡിവൈസ് വരും, ശരീരത്തിലെ മുഴുവൻ അവയവങ്ങൾക്കും അസിസ്റ്റീവ് ഡിവൈസ് വരും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഓട്ടോമേറ്റഡ് മാൻ എന്ന് പറയുന്നിടത്ത് എല്ലാ അസിസ്റ്റീവ് ഡിവൈസുകളും ധരിച്ചുകൊണ്ടുള്ള സർവായുധ വിഭൂഷിതൻ എന്നൊക്കെ പറയുന്ന പോലെ ഈ അസിസ്റ്റീവ് ഡിവൈസുകളുടെ ഒരു
ഒരുക്കം, അണിഞ്ഞൊരുക്കം നടത്തിക്കൊണ്ടായിരിക്കും ഇനി മനുഷ്യരിങ്ങനെ പോവുക. എന്ന് പറഞ്ഞാൽ കണ്ണിന് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉള്ള എക്സ്പീരിയൻസിൻ്റെ ഒരു 100 ടൈംസ് അല്ലെങ്കിൽ 10,000 ടൈംസ് ഒക്കെ എക്സ്പീരിയൻസ് കണ്ണിന് തന്നെ കിട്ടിയാൽ, ഇപ്പോൾ ആളുകൾ ഹെഡ്സെറ്റ് വെച്ച് പോകുമ്പോൾ തന്നെ ആളുകൾ ഇങ്ങനെ നോക്കുകയാണ്, ഞങ്ങൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ, ഞങ്ങൾ അപ്പുറം ഇപ്പുറമൊക്കെ സംസാരിച്ചായിരുന്നല്ലോ പോയിരുന്നത്, ഇയാൾ എന്താണ് ഫുൾ കവർ ചെയ്തുകൊണ്ട് പോകുന്നത്. അവിടെ ഉണ്ടാകുന്നൊരു കുറവുണ്ട്. അതേസമയം ഇയാൾക്കുണ്ടാകുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഒരു 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 സാധാരണ കേട്ടിരുന്നതിന് പകരം ഇയാളുടെ ഒരു ലോകത്തിരുന്നുകൊണ്ട് ഇയാളൊരു വലിയ വായനയും കേൾവിയും ഇയാൾക്ക് സംഭവിക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോ അവയവങ്ങളും ഓരോ ഓർഗനും അതിൻ്റെ ഏറ്റവും പരമാവധി സമയം യൂസ് ചെയ്യുന്നിടത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സൂപ്പർ മനുഷ്യനായിരിക്കും. തീർച്ചയായിട്ടും. നേരത്തെ സാക്ഷരത പറഞ്ഞല്ലോ. ഇതിൽ സാക്ഷരത യഥാർത്ഥത്തിൽ വരുന്നത് അതിലെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കുകയും നമുക്ക് ദോഷമെന്ന് തോന്നുന്ന, അല്ലെങ്കിൽ നമ്മളെ ദോഷകരമായി ബാധിക്കുന്ന മേഖലകളെ കണ്ടെത്തി അതിനെ മാറ്റി നിർത്തുകയും ചെയ്യുക എന്നുള്ളതായിരിക്കും ഒരുപക്ഷേ സാക്ഷരത എന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ നമ്മൾ സാക്ഷരരാവുക എന്നുള്ളതാണ് പുതിയ കാലത്ത് നമുക്കുണ്ടായിരിക്കേണ്ടത്. അല്ലാതെ AI നമ്മളെ ഇങ്ങനെ നമ്മുടെ സ്കില്ലുകൾ കുറക്കുന്നു എന്നിങ്ങനെ മുൻധാരണ വെച്ചുകൊണ്ട് നമ്മൾ പിന്നോട്ടടിക്കുന്ന ഒരു സാഹചര്യം ഒരിക്കലും വരാൻ പാടില്ല. എന്നാൽ സമൂഹം മുന്നോട്ട് പോകുന്ന, അല്ലെങ്കിൽ പുതിയ ഡ്രാസ്റ്റിക് ചേഞ്ചുകളാണ് പലയിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ചേഞ്ചിനോടൊപ്പം നമ്മളും മാറുകയും നമുക്ക് ഒരു കൃത്യമായ ബോധ്യം, സാക്ഷരത നമുക്കുണ്ടായിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ എല്ലാത്തിൻ്റെയും കൃത്യമായ ഉപയോഗം നടക്കുകയും നമ്മുടെ സ്കില്ലുകൾ അതോടൊപ്പം തന്നെ വർദ്ധിക്കുകയും വളരുകയും ആ സ്കില്ലുകളെ നമുക്ക് കൃത്യമായി ഉപയോഗപ്പെടുത്താനും സാധിക്കുമെന്നുള്ളതാണ്. ഒരു സഹായിയായി ഉപയോഗിക്കുന്ന ഒപ്പം തന്നെ ഒരു പക്ഷേ തെറ്റുകൾ വരാൻ സാധ്യതയുണ്ട്. പൂർണ്ണമായും തെറ്റുകൾ വരാം, ഭാഗികമായും തെറ്റുകൾ വരാം. ആ ഒരു ബോധ്യം നമുക്ക് എല്ലാ സമയത്തും ഉണ്ടായിരിക്കണം. തരുന്ന എല്ലാ കാര്യങ്ങളെയും അന്ധമായി വിശ്വസിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുമ്പോൾ കുറേ പ്രശ്നങ്ങൾ സംഭവിക്കും. ഇമോഷണൽ ഇൻ്റലിജൻസ് ഒരു പക്ഷേ AI-ക്ക് സാധ്യമാകാത്ത ഒരു സ്കില്ലാണല്ലോ. അതും സാധ്യമായിരിക്കാം ഒരു പക്ഷേ നിലവിലില്ല. അതെ, നിലവിലില്ല എന്ന് പറയാം. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ ഇമോഷനുകളെ AI ഭരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക്, ഇമോഷൻ ഇല്ലാത്ത ചില റെസ്പോൺസ് നമുക്ക് തരുന്നതിലൂടെ നമ്മളത് അന്ധമായി വിശ്വസിച്ച് പലയിടത്തും ആത്മഹത്യകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ChatGPT-ക്കെതിരെ ChatGPT-യുടെ OpenAI എന്നുള്ള മീൻസ് കമ്പനിക്കെതിരെ അമേരിക്കയിലെ ഒരു റിപ്പോർട്ട്, ഒരു പരാതിയുടെ റിപ്പോർട്ട് നമ്മൾ വായിക്കുകയുണ്ടായി. അവൻ്റെ അമ്മയെ ഉപദ്രവിച്ച് സ്വയം ആത്മഹത്യ ചെയ്ത് AI-യുമായിട്ട് നിരന്തരം സമ്പർക്കം ചെയ്തവ, ChatGPT-യുമായി നിരന്തരം സമ്പർക്കത്തിൽ ചാറ്റ് ചെയ്ത് കിട്ടിയ റെസ്പോൺസിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത് എന്ന രീതിയിലാണ് അവരുടെ ബന്ധുക്കൾ കേസ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു സാക്ഷരത നമുക്ക് നിർബന്ധമായും ഉണ്ടാകേണ്ടതുണ്ട് എന്ന് നമ്മുടെ ടോണി പോൾ എഴുതിയിട്ടുള്ള AI കൊണ്ട് ചിന്തിക്കരുത് എന്ന ഈ ഒരു ലേഖനം എടുത്തു പറയുന്നുണ്ട്. എലോൺ മസ്കിൻ്റെ കഴിഞ്ഞ സംസാരം കേട്ടല്ലോ. അദ്ദേഹം പറഞ്ഞല്ലോ ഇനി വർക്കൊക്കെ ഓപ്ഷണലായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വളരെ സുദീർഘമായി നീണ്ടൊരു നല്ല ഇൻ്റർവ്യൂ ഉണ്ട്. എന്തായാലും എല്ലാവരും അത് കേൾക്കണം. അതിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്, എല്ലാവരും വിചാരിക്കുന്നുണ്ട് AI നമുക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. അല്ല, AI മനുഷ്യനാവശ്യമുള്ളതെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്തതിന് ശേഷം AI ഇവിടുന്ന് സഞ്ചരിക്കും. പിന്നെ AIക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നിടത്തേക്ക് AI സഞ്ചരിക്കുമെന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ കൂടെ നമുക്ക് കൂട്ടിവെക്കേണ്ട ഒരു ആംഗിൾ എന്ന് പറയുന്നത് AI ടൂളുകളെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നതിലെ ഒരു സാക്ഷരത ആളുകൾ കൈവരിക്കുന്നു. അതുപോലെ ടൂളുകളെ ഉപയോഗിക്കുന്നതിലെ രീതിശാസ്ത്രം എങ്ങനെയാണെന്ന് പഠിക്കുന്നു. അങ്ങനെ പരമാവധിയിൽ എത്രത്തോളം നമുക്ക് ഇതിനെ ഉപയോഗിക്കാൻ കഴിയുമോ അത്രയും ഹ്യൂമനൈസ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സപ്പോർട്ടിംഗ് ഡിവൈസായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ആലോചനകൾ ഇതിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കണം. ഒപ്പം എനിക്ക് തോന്നുന്നത് മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കണമെന്ന് തോന്നുന്നുണ്ട്. ഇങ്ങനെ വിവരങ്ങൾ ഇങ്ങനെ കടന്നു വരുമ്പോൾ പലപ്പോഴും ആളുകൾ ഈ ഒരു മൊമെൻറ്റിനെ അങ്ങ് ആഘോഷിച്ച് കളയാം എന്ന് ആലോചിക്കുന്നുണ്ട്. ഈ മൊമെൻ്റ് അങ്ങ് ആഘോഷിച്ച് കളയാം. കാരണം ഇതുവരെ കിട്ടാത്ത ഒരു വലിയ എക്സ്പീരിയൻസ് ഒറ്റയടിക്ക് കിട്ടുകയാണല്ലോ. അതുകൊണ്ട് അതങ്ങ് അതിൻ്റെ ഓരോ മൊമെൻറ്റും എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഈ മൊമെൻ്റ് ഒരിക്കലും നഷ്ടപ്പെട്ടില്ല എന്ന് വരുത്തണം എന്ന് ചിന്തിക്കുന്നുണ്ട്. നോ ക്യാപ്സ്, ഇറ്റ്സ് ടുമോറോ എന്ന ആശയത്തെ നമുക്ക് പുതിയ കാലത്ത് നന്നായി സംവദിക്കണം എന്ന് തോന്നുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ഒരു മൊമെൻ്റ് അല്ല,
ഇനിയും അപ്പുറത്തേക്ക് വരാനിരിക്കുന്ന ഒരു വലിയ കാലത്തേക്ക് നമ്മൾ ഒരുങ്ങണം, നമ്മൾ സംഭരിക്കണം എന്ന ആലോചന കൂടി ഇവിടേക്ക് ചേർത്ത് വെക്കണം തോന്നണം. നേരത്തെ 10 മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന ജോബ് 2 മണിക്കൂറിൽ തീർക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് തീർക്കാൻ സാധിക്കുന്നു എന്ന രീതി നമുക്കറിയാം. നമ്മൾ അനുഭവിച്ചതാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആ ബാക്കിയുള്ള സമയത്തെ കൂടുതൽ പിന്നെ ക്രിയേറ്റീവായി ചിന്തിക്കുകയും ഉപയോഗപ്രദമായ രീതിയിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ ക്രമീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത്. അതിലപ്പുറത്ത് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ടാസ്കുകൾ നമ്മൾ അവസാന സമയത്തേക്ക് വെച്ച് അത് AI ഉപയോഗിച്ചുകൊണ്ട് ചെയ്തു തീർത്ത് നമ്മുടെ വിലപ്പെട്ട ബാക്കി സമയങ്ങൾ നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ മറ്റുള്ള ആ, ആ, വേണ്ടാത്ത മേഖലകളിലോ നമ്മളിങ്ങനെ സ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മുടെ പ്രൊഡക്ടിവിറ്റിയെ, നമ്മുടെ ക്രിയേറ്റിവിറ്റിയെ മാക്സിമൈസ് ചെയ്യാൻ, അതിനെ പിന്നെ നേരത്തെ പറഞ്ഞ 10x അതേപോലെ 100x ആക്കി നമുക്ക് മാക്സിമൈസ് ചെയ്യാൻ സാധിക്കുമെങ്കിലും അത് ആ സാധിക്കുന്ന ഒപ്പം തന്നെ നമ്മുടെ എല്ലാ മേഖലയും നമ്മൾ ടച്ച് ചെയ്യേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. ഡിവൈസുകൾ വരുന്നതോടുകൂടി മടിയന്മാരാകുന്നു എന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, നേരത്തെ ഉപയോഗിക്കുന്ന പോലെ ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല, നേരത്തെ കിട്ടിയതുപോലെ ഇപ്പോൾ കിട്ടുന്നില്ല, നേരത്തെ ഉള്ളതുപോലെ അല്ല. ഇങ്ങനെ ചുറ്റുപാടുള്ള മുഴുവൻ മനുഷ്യന്മാരോടും പരസ്പരം കമ്പയർ ചെയ്തുകൊണ്ട്, സാഹചര്യങ്ങളോട് കമ്പയർ ചെയ്തുകൊണ്ട് പലപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, എൻ്റെ ജീവിതം അവരെ പോലെ ആവുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കമ്പാരിസണോട് കൂടി ജീവിതത്തെ കൊണ്ടുപോകുന്നൊരു വലിയ സമൂഹം നമ്മൾ കാണുന്നുണ്ട്. ഈ സോഷ്യൽ മീഡിയ കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഇങ്ങനെ എല്ലാവരും എക്സ്പ്രസ് ചെയ്യപ്പെടുകയാണ്. ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ലിങ്ക്ഡിൻ, വ്യത്യസ്ത സോഷ്യൽ മീഡിയ ടൂളുകൾ, ക്രിയേറ്റീവായിട്ട് ഇടപെടാൻ പറ്റുന്ന ലിങ്ക്ഡിൻ ടൂളുകളൊക്കെ ഉണ്ട്. നല്ല വലിയ കൊളാബറേഷനുകൾ, പിയർ കൊളാബറേഷനുകളൊക്കെ സാധ്യമാവുന്നിടത്ത്. പക്ഷേ അവിടേക്ക് പോവാതെ പെട്ടെന്ന് ഈ ഒരു മോടി കണ്ടുകൊണ്ട് എൻ്റെ അതേ പ്രായമുള്ള അല്ലെങ്കിൽ എൻ്റെ അതേ ബാക്കിയെല്ലാം ഉള്ള ആൾക്ക് എന്നേക്കാൾ എന്തൊക്കെയോ ഉണ്ട് എന്ന് കണ്ടുകൊണ്ട് ഇങ്ങനെ കമ്പയർ ചെയ്യുന്ന മക്കളുടെ കാര്യത്തിൽ, അതുപോലെ പഠനത്തിൻ്റെ കാര്യത്തിൽ, ഇങ്ങനെ കിട്ടുന്ന റിസോഴ്സുകളിലൊക്കെ ഒരു കമ്പാരിസണിലേക്ക് എത്തി പോകുന്നൊരു സാഹചര്യമുണ്ട്. യഥാർത്ഥത്തിൽ സോഷ്യൽ മീഡിയയിൽ നമ്മളെല്ലാവരും പ്രദർശിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഹൈലൈറ്റ്സ് മാത്രമല്ലേ. ഇപ്പോൾ നമ്മുടെ ഒരു പ്രോഗ്രാം നടന്നു, ഒരു കല്യാണം നടന്നു, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം നടന്നു. ആ പ്രോഗ്രാമിൻ്റെ ഒരു ദിവസം നീണ്ട പ്രോഗ്രാമിൻ്റെ ഹൈലൈറ്റ്സ് ആയി വരുന്നത് പക്ഷേ 2 മിനിറ്റ്സ് ആയിരിക്കും. ഇതേപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളുടെ പ്രധാനപ്പെട്ട, മറ്റുള്ളവർക്ക് പ്രദർശിപ്പിക്കാൻ പറ്റുന്നത് മാത്രമാണ് നമ്മൾ പ്രദർശിപ്പിക്കുന്നത്. ആ ഒരു ബോധ്യം നമുക്കുണ്ടാകുക എന്നുള്ളത് പ്രധാനമാണ്. ഇതൊരു റിയൽ ലൈഫാണ്, റിയൽ ലൈഫ് അല്ല എന്ന ബോധ്യം ഉണ്ടാവുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവർ കാണിക്കുന്നത് അത് അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നല്ലതായി കാണിക്കാൻ പറ്റുന്ന മൊമെൻറ്റുകൾ മാത്രമാണ് എന്ന ബോധ്യം ഉണ്ടാവുകയും അതല്ലാത്ത കുറേ സാഹചര്യങ്ങളിലൂടെ, നിമിഷങ്ങളിലൂടെ കടന്നു പോയവരാണ് അവരെന്നുള്ള ബോധ്യം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും നമ്മളെല്ലാവരും തുല്യരാണ് എന്ന ബോധ്യത്തിലേക്ക് നമ്മൾ എത്തുകയും നമുക്ക് ഈ കമ്പാരിസൺ കുറച്ച് കൂടുതൽ ജീവിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. കമ്പാരിസൺ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് അപകർഷതാബോധം വരികയും നമുക്ക് നമ്മിൽ തന്നെയുള്ള കോൺഫിഡൻസ് നഷ്ടപ്പെടുകയും അതിലൂടെ മുന്നോട്ടുള്ള ജീവിതത്തെ, മുന്നോട്ടുള്ള നമ്മുടെ ഭാവിയെ അത് നിർണ്ണയിക്കുന്നു അല്ലെങ്കിൽ അതിന് തടയിടുന്നു എന്നുള്ളതൊരു ഒരു പ്രശ്നമാണ്. ഇപ്പോൾ നമ്മളെല്ലാവരും യുണീക്കാണല്ലോ. ഇപ്പോൾ നമ്മൾ ലോകത്തിൽ എത്ര മനുഷ്യരുണ്ട്? ഇപ്പോൾ നമ്മുടെ വിരൽത്തുമ്പിൽ നമ്മുടെ വിരലിനെ സംവിധാനിച്ചിട്ടുള്ളത് എത്ര യുണീക്കായിട്ടാണ്. അതേപോലെ നമ്മുടെ ഫേസ്, നമ്മുടെ ഫോണ് ലോക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഫേസ് ഐഡികൾ, അങ്ങനെ തുടങ്ങി നമ്മളെ യുണീക്കായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതെങ്കിൽ നമ്മുടെ ഉള്ളിലും നമ്മുടെ ആശയങ്ങളും നമ്മുടെ വ്യക്തിത്വമൊക്കെ യുണീക്കാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാക്കണം. മറ്റുള്ളവരുമായി കമ്പയർ ചെയ്തല്ലേ മറ്റുള്ളവരെ പോലെ ആകണം ഞാൻ എന്നിങ്ങനെ ആഗ്രഹിച്ച് അവരുടെ റൂട്ടിലേക്ക് സഞ്ചരിക്കാതെ നമ്മുടേതായ യുണീക്ക്നെസ് കണ്ടെത്തി ആ യുണീക്ക്നെസ്സിനെ ലോകത്തിന് സമ്മാനിക്കാനുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട്. ഞാനായാൽ മതി, തീർച്ചയായിട്ടും. വേറെ ആരും ആവണ്ട. അതെ, അതെ. ഞാനായി ജീവിച്ചാൽ മതി. എനിക്ക് കൂടുതൽ ജീവിക്കണം. ഞാനിവിടെ ജീവിച്ച ഓരോ മൊമെൻറ്റിനെയും ഏറ്റവും നന്നായി അടയാളപ്പെടുത്തണം. ഓരോ സെക്കൻഡെന്ന് പോലും പറഞ്ഞാൽ പോലെ സമയത്തെ ഇനിയും വളരെ മൈന്യൂട്ടായിട്ട് ആളുകൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയും എഫക്റ്റീവായിട്ട് ഉപയോഗിക്കണം എന്ന അർത്ഥത്തിൽ തന്നെ ലെസ് കമ്പാരിസൺ, മോർ ലിവിങ് എന്ന ആശയത്തിൽ അപ്പോഴും ലെസ് കമ്പാരിസൺ എന്നാണ് പറഞ്ഞത്. അതേ സ്ഥാനത്ത് നമ്മൾ കമ്പയർ ചെയ്യേണ്ട ചില മേഖലകളുണ്ട്.
അതിനെ കമ്പയർ എന്ന് പറയാൻ പറ്റുമോ എന്നറിയത്തില്ല. ഒരുപക്ഷെ അത് മോട്ടിവേഷൻ എന്ന അർത്ഥത്തിലായിരിക്കാം. നമ്മുടെയൊക്കെ സുഹൃത്തുക്കൾ എന്തെങ്കിലും ഒരു അച്ചീവ്മെൻറ്റ്സിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ അവരിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളും ആ ഒരു രീതിയിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കാം. അവരോട് അന്വേഷിക്കാം, നിങ്ങൾ ആ ഒരു അച്ചീവ്മെൻറ്റ്സിലേക്ക് എങ്ങനെയാണ് എത്തിയത്, നമുക്കതിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ. എന്നാൽ അതേ സ്ഥാനത്ത് അവരെത്തിയല്ലോ, എനിക്കതിന് സാധിക്കുന്നില്ലല്ലോ എന്ന അപകർഷതാബോധവും യെസ്. കോൺഫിഡൻസ് ഇല്ലായ്മയൊക്കെയാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത്, നമ്മളെ നാശത്തിലേക്ക് നയിക്കുന്നത്. പിന്നെ നമ്മൾ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങൾ എത്രയാണ്, ആ ഒരു വിഷയത്തിൽ നമ്മളെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കണം എന്നാണല്ലോ. നിങ്ങൾ ദുനിയാവിൻ്റെ കാര്യത്തിൽ നിങ്ങളെക്കാൾ അടിയിലുള്ളവരേക്ക് നോക്കുകയും ആഖിറത്തിൻ്റെ കാര്യത്തിൽ നിങ്ങളെക്കാൾ മുകളിലുള്ളവരിലേക്ക് നോക്കണമെന്നാണല്ലോ. നമ്മൾ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങൾ, നമ്മളിവിടെ സംസാരിക്കുന്നു, അല്ലെങ്കിൽ നമ്മളിവിടെ ഇരിക്കുന്നു, പിരിയുന്നു, ഇങ്ങനെ തുടങ്ങി എത്രയോ അനുഗ്രഹങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. വെള്ളം കുടിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഇതൊന്നുമില്ലാത്ത എത്ര മനുഷ്യരുണ്ട്. ഇത് അവരിലേക്ക് പറഞ്ഞപ്പോഴേ നോക്കുന്ന എനിക്ക് സമയത്ത് തോന്നുന്നത്, നമുക്ക് കണ്ണില്ലായിരുന്നെങ്കിൽ നമ്മൾ ആരോട് എന്താ പറയുക, നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, നമുക്ക് കാതില്ലായിരുന്നെങ്കിൽ നമുക്ക് എവിടെ നിന്നാണ് ഇത് പരിഹരിക്കാൻ പറ്റുക, നമുക്ക് ഈ പറയപ്പെട്ട അവയവങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഇതെല്ലാം കിട്ടിയല്ലോ. എനിക്ക് തോന്നുന്നു ഒരു ഈ ഈ ഈ നേരത്തെ നമ്മൾ സംസാരിച്ച സോഷ്യൽ മീഡിയയിൽ കെ ജോഷി അത് സംസാരിച്ച് വെക്കുന്നുണ്ട്. ചില ആഭാസങ്ങൾ, പ്രദർശനപരമായി ചില ആഭാസങ്ങളെ സോഷ്യൽ മീഡിയയിലേക്ക് കൊണ്ടുവരികയും ആളുകൾ എല്ലാവരും എൻ്റെ അയൽവാസികളാണ് എന്ന ആംഗിളിൽ. സാധാരണ എനിക്ക് എൻ്റെ അയൽവാസി എന്ന് പറയുന്നത് എൻ്റെ തൊട്ടടുത്തുള്ള വീടുകൾ, അതല്ലെങ്കിൽ എന്നോട് എപ്പോഴും കോണ്ടാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്ന അർത്ഥത്തിലായിരുന്നു നേരത്തെ അയൽവാസിയെങ്കിൽ, ഇപ്പം ഞാൻ മധ്യത്തിലാണ്. എല്ലാവരിലേക്കും ഒരേ ഡിസ്റ്റൻസ് കിട്ടുന്ന വിധത്തിൽ ഞാൻ ഒരു സെൻറ്ററിലാണ്. ഒരേ ഡിസ്റ്റൻസാണ് എല്ലാവരിലേക്കും. ആരാണ് എൻ്റെ ഉള്ളിലേക്ക് ഈ ആശയങ്ങൾ കൊണ്ടുവന്നിരുന്നത് എന്ന തിരിച്ചറിവ് സോഷ്യൽ മീഡിയയിലിരിക്കും ഉണ്ടാവണം. നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ആലോചിക്കും, ഞാൻ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് മുഴുവൻ ഈ എന്താ പറയുക, പ്രയാസങ്ങൾ മാത്രമാണല്ലോ എന്ന് ചിലപ്പോൾ ആലോചിച്ചേക്കാം. അതിൻ്റെ കാര്യം ഒന്ന്, നമ്മുടെ അൽഗോരിതമാണ്, നമ്മൾ കൂടുതൽ സമയം ചിലവഴിക്കുന്നതിൻ്റെ കാര്യം തന്നെയാണ്. രണ്ടാമത്തേത്, ചില ആളുകൾ ഇവിടെ ഇത് കൊണ്ടുവന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ തെറികളുടെ അല്ലെങ്കിൽ ആഭാസങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്ന് ഇട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇത് ആരാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ, അവരെ നമുക്ക് മാറ്റി നിർത്താൻ കഴിഞ്ഞാൽ, അവരിൽ നിന്ന് ആശയങ്ങൾ സ്വീകരിക്കാതിരുന്നാൽ നമുക്ക് ഏറ്റവും പെർഫെക്റ്റായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു വിവരങ്ങൾ നിർമ്മിക്കപ്പെടുന്നൊരു ലോകമാണ്. ഓരോ വ്യക്തിയും ഇങ്ങനെ വിവരം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. വിവരം സ്കൂളുകളിലൊക്കെ ശരിക്കും നമ്മൾ വിവര നിർമ്മാണമാണ് ശരിക്കും നടക്കേണ്ടത്. പക്ഷേ ശരിക്കും നടക്കുന്നത് എന്താ നമുക്കറിയാലോ. പലപ്പോഴും വലിയ വിവരങ്ങൾ, നേരത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്ത അത്രയും വലിയ വിവരങ്ങൾ, കൂടുതൽ സമയമെടുത്ത് പ്രോസസ്സ് ചെയ്യേണ്ടത് വിവരങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്യപ്പെടുന്നതിൻ്റെ വ്യത്യസ്ത ടൂളുകൾ ഉപയോഗിക്കുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. നേരെ മറിച്ച് വിവരം കുട്ടികൾ കൂട്ടങ്ങൾ ചേർന്നുകൊണ്ട് അവർ വിവരം നിർമ്മിക്കപ്പെടുന്നതിനെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. പക്ഷേ അവിടെ സോഷ്യൽ മീഡിയ ഒരു ഇടപെടൽ നടത്തുന്നുണ്ട്. സോഷ്യൽ മീഡിയ പലപ്പോഴും ഈ വായനകൾ യഥാർത്ഥത്തിൽ പ്രൊഡക്റ്റീവ് അല്ലാത്ത, നേരത്തെ നമ്മൾ പറഞ്ഞ തെറി പോലെ, തിയറിയുടെ പോയാൽ തെറിയാണെന്ന് പറയാൻ പറ്റും. അഥവാ നമ്മളുടെ മംഗ്ലീഷിൽ എഴുതുമ്പോൾ അങ്ങനെ കിട്ടും. അതായത് ആ ഒബ്സർവേഷൻ ഇല്ലെങ്കിൽ, തിയറികളുടെ കൃത്യമായ ഒബ്സർവേഷൻ നമുക്കില്ലെങ്കിൽ, ഒബ്ജക്റ്റിവിറ്റി നമുക്കില്ലെങ്കിൽ അത് തെറികളായി മാറുകയാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആംഗിൾ നേരെ മാറുന്നു. എന്ന് പറഞ്ഞാൽ ഏതൊരാശയത്തിനും എന്തുണ്ട്, വ്യത്യസ്ത ആംഗിൾ ഉണ്ടാവും. പ്രൊഡക്റ്റീവായതും അല്ലാത്തതും ഒക്കെ ഉണ്ടാവും. നമുക്ക് ഏറ്റവും പ്രൊഡക്റ്റീവായിരിക്കുന്ന ആശയങ്ങളെ ഉപയോഗിക്കാൻ പറ്റണം. എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത ആംഗിളിൽ ചിന്തിക്കരുതെന്നല്ല, മറിച്ച് എടുക്കുന്നത് ഇങ്ങനെ ആശയത്തെ തന്നെ അതിൻ്റെ അടിസ്ഥാനം തന്നെ മറിച്ചിടുന്ന വിധത്തിലുള്ള ചില വിവര നിർമ്മാണങ്ങൾ പോലും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ സംഭവിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ചരിത്രം കൂടെ റിസാല പറഞ്ഞു വെക്കുന്നുണ്ട്. അതുകൂടെ പറയാമെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന് അവർക്ക് ഉണങ്ങാത്തൊരു മുറിവുണ്ടായിരുന്നു. തൻ്റെ ശരീരത്തിൽ ഉണങ്ങാത്ത മുറിവ് ഉണ്ടായ സമയത്ത് അതിങ്ങനെ ഉണങ്ങുന്നില്ല, കുറേ സമയമായിട്ട് ഇങ്ങനെ ഉണങ്ങാത്ത സാഹചര്യം വന്ന സമയത്ത് തൻ്റെ ഗുരുനാഥനോട് അവർ പ്രയാസം പറയുകയാണ്, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം, പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ അബൂ ഉസ്മാൻ സ്വാബൂനി എന്നവർ അവരുടെ സദസ്സിൽ വെച്ചുകൊണ്ട് ഒരു വെള്ളിയാഴ്ച ദിവസം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ശിഷ്യനായിട്ടുള്ള ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു എനിക്ക് ഇങ്ങനൊരു പ്രയാസം ഉണ്ടതിൽ എന്നർത്ഥത്തിൽ ഇങ്ങനെ ദുആ ചെയ്യുകയാണ്. അപ്പോൾ ഈ പിറ്റേ ദിവസം അവരുടെ സദസ്സിലൊരു കുറിപ്പ് കാണുകയാണ്.
അതൊരു സ്ത്രീയുടേതാണ്, നാട്ടിലെ ഒരു പ്രദേശവാസിയായ സ്ത്രീയുടേതാണ്. അവർ പറയുന്നത്, ഇന്നലത്തെ ക്ലാസ്സിലെ പ്രാർത്ഥന അനുസരിച്ച് ഞാൻ ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹുവിനിക്ക് വേണ്ടി ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. അവരുടെ ഉണങ്ങാത്ത മുറിവ് മാറണമെന്നിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. എനിക്ക് സ്വപ്നത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്ന് പറഞ്ഞത്, അവരോട് പൊതുജനങ്ങൾക്ക് കുടിവെള്ളം വിതരണം ചെയ്യാൻ പറയൂ, എങ്കിൽ അവരുടെ മുറിവ് ഉണങ്ങുമെന്ന് നിർദ്ദേശിക്കാൻ പറഞ്ഞു എന്നാണ് പറഞ്ഞത്. അങ്ങനെ ആ ഒരു നിർദ്ദേശം അനുസരിച്ച് ആ കുറിപ്പ് വായിച്ച് ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു ഒരു കുടിവെള്ള വിതരണ പദ്ധതി ആവിഷ്കരിക്കുകയാണ്. ഒരാഴ്ചക്കകം തൻ്റെ ഉണങ്ങാത്ത മുറിവ് മാറുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, സാമൂഹ്യ സേവനം, ജനക്ഷേമം, ജനങ്ങളുമായി പിന്നെ ഇടപഴകേണ്ട, അല്ലെങ്കിൽ ജനങ്ങൾക്ക് നന്മകൾ ചെയ്യുക എന്നുള്ളത് ഈ എല്ലാ മതങ്ങളുടെയും മുഖമുദ്രയാണ് എന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. വിശേഷിച്ച് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് ജനങ്ങൾക്ക് ഉപകാരം ലഭിക്കുന്ന കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് എല്ലാ സമയത്തും ചെയ്തുകൊണ്ടേയിരിക്കുന്നത് എന്ന് നമുക്ക് വായിക്കാൻ പറ്റും. ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമേയത്തിലൊന്ന് ഇദ്ഖാലു സുറൂറാണല്ലോ. ഒരാളുടെ ഹൃദയത്തിൽ ഒരു സന്തോഷം ഇട്ട് കൊടുക്കാൻ, അദ്ദേഹത്തിൻ്റെ ഒരു സംതൃപ്തി ഇട്ട് കൊടുക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ചെയ്യാവുന്ന ഏറ്റവും വലിയ നന്മ എന്നൊരാശയം. തീർച്ചയായിട്ടും ഈ തബസ്സുമുക്ക് ബി വജിഹി അഖീക സദക്ക എന്ന് പറയുന്നുണ്ട്. നിൻ്റെ സഹോദരൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് സദക്കയാണെന്ന് ഇസ്ലാം നിഷ്കർഷിക്കുന്നുണ്ട്. എത്ര സുന്ദരമാണ് ആശയം അല്ലേ. യഥാർത്ഥത്തിൽ ഒരു പുഞ്ചിരിക്കുന്നതിലൂടെ തൻ്റെ സുഹൃത്തിന് ലഭിക്കുന്നത് എന്താണ്? ഒരു സന്തോഷമാണ്, ഒരു സമാധാനമാണ്. അതുപോലും സ്വതക്കയായി പരിഗണിക്കുന്ന മതം എത്ര സുന്ദരമാണെന്ന് നമുക്ക് ലെറ്റ്സ് സ്മൈൽ എന്നാണ് പറയുന്നത്. ലെറ്റ്സ് സ്മൈൽ ഇറ്റ്സ് ചാരിറ്റി. യെസ്, അതൊരാശയം, അതൊരു വലിയ ആശയത്തിലേക്കുള്ള സഞ്ചാരമാണ്. ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ഈ ലക്കത്ത് റിസാല ചർച്ച ചെയ്യുന്നുണ്ട്. നമുക്ക് അടുത്ത ഡീക്കോഡിൽ കാണാം.